ദൈവത്തെ കാണണമെങ്കിൽ മതാധ്യക്ഷന്മാർ മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി വരണം. ഇടവകയിലെ പാവപ്പെട്ടവന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ബിഷപ്പുമാർ ശ്രമിക്കണം. ഇടവക ജനങ്ങളെ വിശ്വാസത്തിലെടുക്കണം. ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം. ആത്മീകത്തോടൊപ്പം ലോകത്ത് മാറി മാറി വരുന്ന സാഹചര്യങ്ങൾ ഉൾക്കൊള്ളേണ്ടതാണ്. ചാരിറ്റി പ്രവർത്തനങ്ങളോടൊപ്പം വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മ കണ്ടില്ലെന്ന് നടിക്കരുത്. നമ്മുടെ പള്ളികൾ സഭയുടെ യൂണിറ്റുകളാണ്. യൂണിറ്റുകൾ ശക്തമാകണമെങ്കിൽ ഇടവക അംഗങ്ങൾ ആത്മീക കാര്യങ്ങളിൽ താല്പര്യമുള്ളവരും സാമ്പത്തിക കാര്യങ്ങളിൽ സ്വയം പര്യാപ്തത ഉള്ളവരുമായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. പള്ളികളിൽ വൈദികന്റെ നേതൃത്വത്തിൽ PSC, UPSC, ബാങ്ക് ടെസ്റ്റ് എന്നിവയ്ക്ക് വേണ്ടിയുള്ള പരിശീലന പരിപാടി മിതമായ ചിലവിൽ സ്ഥിരമായി നടത്തണം. ടെസ്റ്റ് പാസ്സായി ജോലി ലഭിക്കുന്നവരെ യൂണിറ്റ് അനുമോദിക്കണം. കൂടാതെ സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള പരിശീലനം പള്ളിയുടെ നേതൃത്വത്തിലോ ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിലോ നടത്തണം. ഓരോ യൂണിറ്റും അവരവർക്ക് കഴിയുന്ന ഒരു തൊഴിൽ പദ്ധതി നടപ്പിലാക്കണം. നഴ്സറി, സ്കൂൾ മുതൽ കമ്മിറ്റി ആലോചിച്ച് എന്തുമാകാം. ആരോഗ്യമേഖലയെക്കുറിച്ചും ചിന്തിക്കണം. കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്താനും സഭയ്ക്ക് കഴിയും. ഓരോ യൂണിറ്റിന്റെയും നേതൃത്വത്തിൽ കർഷകരുടെ കൂട്ടായ്മ ഉണ്ടാകണം. കർഷകരുടെ ന്യായമായ വില നൽകി സഭകളുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന മെഡിക്കൽ കോളേജ് ക്യാൻറ്റീൻ, ആശുപത്രി ക്യാൻറ്റീൻ തുടങ്ങിയ സ്ഥാപനങ്ങൾ സ്ഥിരമായി വിൽപ്പന നടത്താനുള്ള സൗകര്യം ഉണ്ടാകണം. യൂണിറ്റിന്റെ ചുമതലയിൽ മായം ചേർക്കാതെ ഉണ്ടാക്കുന്ന പലഹാരങ്ങൾ, കറി മസാലകൾ തുടങ്ങിയവ വിൽപ്പന നടത്തുന്നതിന് ഭദ്രസന അടിസ്ഥാനത്തിൽ സെയിൽസ് കൗണ്ടർ ആരംഭിക്കണം. ഇത്തരം കാര്യങ്ങളിൽ മാതാ അമൃതാനന്ദമയിയുടെ സ്ഥാപനങ്ങൾ മാതൃകയാണ്. ടൂറിസ്റ്റ് മേഖലകളിലേക്കും സഭകൾ കടന്നു വരണം. ധാരാളം സാധ്യതയുള്ളൊരു മേഖലയാണിത്. പരിശുദ്ധ കത്തോലിക്ക ബാവയുടെ പ്രവർത്തനങ്ങൾ അഭിനന്ദനം അർഹിക്കുന്നവയാണ്. സഭാ തലവൻ എന്ന നിലയിൽ അദ്ദേഹം ഇന്ത്യൻ പ്രസിഡന്റിനെയും പ്രധാനമന്ത്രിയെയും മറ്റും സന്ദർശിച്ചത് ഉചിതമായിരുന്നു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യാനികൾക്കെതിരെ ആക്രമണങ്ങൾ നിയന്ത്രിക്കുന്നതിന് ആവശ്യമായ നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പാത്രിയാർക്കീസ് വിഭാഗം പരമോന്നത കോടതിയുടെ അന്തിമ വിധി അലങ്കരിച്ച മലങ്കര ഒന്നായി പോകണം. ഇനിയും വിശ്വാസികളുടെ പണം നശിപ്പിക്കരുത്. വൈദികനും മെത്രാന്മാരും രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് ശരിയല്ല. മെത്രാന്മാർ സമൂഹത്തിൽ വളരെ സ്വാധീനമുള്ളവരാണ്. വൈദികരും മിഷണറിമാരും രാജ്യസ്നേഹികളും രാജ്യപുരോഗതി ആഗ്രഹിക്കുന്നവരുമാണ്. രാഷ്ട്രീയ അന്ധത ബാധിച്ച് തിരിച്ചറിവില്ലാത്ത ചില രാഷ്ട്രീയ നേതാക്കളാണ് ഇന്ത്യയുടെ ശാപം. ചില ബിഷപ്പുമാർ കോടതിയെ വെല്ലുവിളിക്കുന്നത് നിർത്തണം. മെത്രാന്മാർ ദൈവത്തെ കണ്ടെത്താൻ മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലണം. നഗ്നരുടെയും രോഗികളുടെയും പീഡിതരുടെയും പരദേശികളുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും മുഖത്തേക്ക് നോക്കണം. മനുഷ്യരാണ് യഥാർത്ഥ ദേവാലയങ്ങൾ. തമ്മിൽ തല്ലുന്ന യേശുക്രിസ്തുവിന്റെ അനുയായികളെയാണ് ഇന്ന് കാണാൻ കഴിയുന്നത്. ക്രിസ്തീയ സമൂഹം അപ്രസക്തവും അപ്രധാനവുമായി തീരുന്ന കാഴ്ചകളാണ് ഇന്ന് കാണുന്നത്. വിവരവും വിദ്യാഭ്യാസവുമുള്ള യുവതി യുവാക്കൾ കൂട്ടത്തോടെ നാട് വിട്ടുപോകുന്നു. പല പേരെടുത്ത ക്രിസ്തീയ കുടുംബങ്ങളും നാമാവശേഷമാവുകയോ കേവലം വൃദ്ധസദനങ്ങളാവുകയോ ചെയ്യുന്നു. കാലത്തിന്റെ ചുവരെഴുത്തുകൾ വായിച്ചെടുക്കുവാൻ ക്രിസ്തീയ സമൂഹത്തിന് കഴിയുന്നില്ല. ക്രിസ്തീയ സഭകൾ യോജിച്ച് പ്രവർത്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. തീരദേശത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ അതിജീവന സമരം പൊളിച്ചപ്പോൾ പല സഭകളും മൗനം പാലിക്കുകയായിരുന്നു. ക്രിസ്ത്യാനികളിൽ ഒരു വിഭാഗം അൾത്താരാഭിമുഖ കുർബാനയാണോ ജനാഭിമുഖ കുർബാനയാണോ വേണ്ടതെന്ന് വഴക്കടിച്ചും തമ്മിൽ തല്ലിയുമുള്ള പള്ളി പൂട്ടിച്ചും കൊണ്ടിരിക്കുകയാണ്. ക്രൈസ്തവ സഭകൾ ഒരിക്കലും യോജിക്കാത്തവണ്ണം കാര്യങ്ങൾ നീക്കുകയാണ്. ഇവിടുത്തെ രാഷ്ട്രീയ കഴുകന്മാർ, ചില ക്രൈസ്തവ കൂട്ടങ്ങൾ ആൾദൈവങ്ങളെ സൃഷ്ടിച്ച് ജനങ്ങളുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്ത് അവരെ കൊള്ളയടിക്കുകയുമാണ്. ക്രിസ്തീയ സഭകൾ യോജിച്ചു പോകേണ്ട കാലമാണ്. ക്രൈസ്തവർ തല്ലി ഭിന്നിച്ചു പോയാൽ അവരുടെ സ്ഥിതി കൂടുതൽ ദയനീയമാകും.